ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് തിറകളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ നല്ല സൂര്യപ്രകാശവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പിള്ളേരെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഇവിടെ അടുത്തുള്ള ഒരു നഴ്സറിയിലാണ് പോയത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എല്ലാ പ്രാവശ്യം കാണുന്നതല്ലോ ഒത്തിരി അതിൽ കൂടുതലും ഒത്തിരി നല്ല നല്ല പൂക്കളും കാര്യങ്ങളും ചെടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാ പറഞ്ഞാലും എന്താണ് പറയണ്ടേ, നമുക്ക് കണ്ണ് അഞ്ച് മിക്കുന്ന അത്ര അതുപോലത്തെ ചെടികളാണ് കേട്ടോ. അതുപോലത്തെ പൂക്കളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി പോരാൻ തോന്നിയില്ല. അതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. പിന്നെ റോസ ചെടികൾ പല റേറ്റിലുള്ളതും നല്ല പൊക്കമുള്ളതും പിന്നെ ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ പോലുള്ള റോസ ചെടികളും എല്ലാം അഫോർഡബിൾ റേറ്റിലുണ്ട്. പിന്നെ അതുപോലെ പലതരത്തിലുള്ള ഹാങ്ങിങ് ബാസ്ക്കറ്റുകളും കാര്യങ്ങളും പിന്നെ കമേലിയ എന്നുള്ള ഈ ചെടിയുടെ പല വേർഷനുണ്ട്, പല കളറിലുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ. ഈ ചെടിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ മേടിച്ച് വെച്ചതാണ്, അതുകൊണ്ട് ഇതൊന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ ഒരു റോസ ചെടി ഒക്കെ മേടിച്ചു. വലിയ കുഴപ്പമില്ലാത്ത റേറ്റൊക്കെയാണ്, 10-20 പൗണ്ട് അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ അതുപോലെ ഇതുണ്ടോ, ഈ പൂക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് മേടിച്ചില്ല. പിന്നെ നമുക്ക് ഒത്തിരി ചെടികൾ മേടിക്കുന്നുണ്ട് കേട്ടോ, ആഗ്രഹമുണ്ട്. ഇത് കാണുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണ് നമുക്കങ്ങ് ഇറങ്ങി പോരാൻ തോന്നില്ല. പക്ഷേ എല്ലാ പ്രാവശ്യം ഇതുപോലെ ചെടികൾ മേടിക്കുന്നതുകൊണ്ട് ഒത്തിരി ഈ ചെടികൾ ഇന്ന് മേടിച്ചില്ല. പിന്നെ ഗാർഡനിൽ വെക്കുന്ന കുറച്ച് പൂമ്പാറ്റ ആർട്ടിഫിഷ്യലായിട്ടുള്ള വണ്ടുകളും കാര്യം ഇതൊക്കെ ഉണ്ടാക്കുന്നവർ സമ്മതിക്കണം കേട്ടോ. ഇവരുടെയൊക്കെ കഴിവ്, അതിൻ്റെ പുറകിൽ എടുക്കുന്ന എഫേർട്ടാണ് നമുക്ക് സമ്മതിക്കേണ്ടത് അല്ലേ. അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ വിചാരിക്കുന്നത് കാണുമ്പോൾ എന്ത് സിമ്പിളാണ്, പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് പുറകിലുള്ള അവരുടെ വിയർപ്പിൻ്റെയൊക്കെ ഫലം അല്ലേ, സമ്മതിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അതുകൊണ്ട് ഇതുപോലത്തെ 2 എണ്ണമൊക്കെ മേടിച്ചു. പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇതൊക്കെ ഇൻഡോറാണ്, വീടിനകത്ത് വെക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ചെടികളും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടിങ്ങ് പോന്നു. പക്ഷെ എന്ത് ഭംഗിയാണ് കേട്ടോ, അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങ് പോരാൻ തോന്നത്തില്ല. പിന്നെ അതുപോലെ പല പല റേറ്റ്. ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോണ്ടല്ലോ, പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും അതിൻ്റെ പ്ലാന്റ്സ് ഒക്കെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ പറഞ്ഞ ഈ ചെടികളിലൊക്കെ പൂക്കളും ഒക്കെ ഉണ്ടായി നമുക്ക് നിൽക്കുന്നത് കാണാം കേട്ടോ. പിന്നെ ഇതൊക്കെ നോക്കി എന്ത് ആർട്ടിഫിഷ്യലാണ് ആണെങ്കിലും നമുക്ക് ശരിക്കും ഒറിജിനാലിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ കുറേ കണ്ടു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, ആവശ്യത്തിനുള്ളതൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ നമുക്ക് എല്ലാം വാരിക്കൂട്ടി മേടിക്കാൻ പറ്റത്തില്ലല്ലോ, എല്ലാ പ്രാവശ്യം ഇതൊക്കെ തന്നെയല്ലേ മേടിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ റോസ് ചെടിയൊക്കെ മേടിച്ചിട്ട് നമ്മളിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക. താങ്ക്